ഒരു അങ്ങനെ ഇടില്ല അല്ലേ ഇത് കുടി ഹലോ. അപ്പൊ ഇതാ രാവിലെ തന്നെ എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ആർക്കെ നിൽക്കുന്നുണ്ട്, ഇവിടെ ഭാവി നിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ത്രിബിൾ അടിച്ചിട്ട് കുഞ്ഞ് കൽപ്പയുള്ള പോലീസ് പിടിക്കണ്ട. അപ്പോൾ ഞങ്ങൾ ചെറിയം നാട്ടിലേക്ക് പോവാണ്. അവിടെ ജനവാസം ഇല്ലാത്ത ഒരു കൊച്ചു ദ്വീപാണ്. അവിടത്തേക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അവിടുത്തെ പോകുന്ന വിശേഷവും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പയ്യെ പയ്യെ വരാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ ഗൈസ്. ഹലോ. എല്ലാരും ഇവിടെ റെഡിയായി എത്തി. എക്സാം കഴിഞ്ഞ അടിപൊളി. അസനിക്ക് പോലെ ലീവും കിട്ടിയാലോ. മറ്റവൻ ഓ അതില്ല, മറ്റവനിക്ക് പോലെ കോൾഡും ഉണ്ട്. എല്ലാരും അവിടെ ചെറുമായാലേ പോയിട്ടുണ്ടോ? ഇത് ഫിഷറീസ് ജട്ടിയില്ല, ഫിഷറീസ് ജട്ടി. ഇവിടെയാണ് നമ്മ ഉരുവൊക്കെ വന്ന് പിടിക്കുന്ന സ്ഥലം. അപ്പോൾ പാസഞ്ചേഴ്സ് ഇറങ്ങുന്നത് വേറെ സ്ഥലത്താണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയത് വേറെ സ്ഥലത്താണ്. ഇത് ഇതാ നാട്ടുകാർ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വല വീശുന്നുണ്ട്. വീശുന്ന കേട്ടോ. വീശർ മീൻ നോക്കേണ്ടതാണ്. വരുവല്ല അന്നെ നിങ്ങളെ നാളെ തോന്നുന്ന ഡിമാൻഡാ. റെഡിയാ? ഇയ്യ അത് കാണിക്കട്ടെ. ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ് ചെറിയ ദ്വീപിലേക്ക്. എല്ലാ സെറ്റപ്പോടും കൂടി ഇതാ സാധനങ്ങൾ കൊണ്ടുവരുന്നത് മംഗലാപുരം കോഴിക്കോട് നിന്നാണ്. വലിയ ഉരുവാണ് കേട്ടാ. ഇതിങ്ങനെ നല്ല സീസണിൽ വന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ജെല്ലി, മണ്ണ്, സിമൻറ്റ്, പിന്നെ പച്ചക്കറികൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലാണ് എത്തിക്കുന്നത്. പിന്നെ ഷിപ്പിൽ വരുമ്പോൾ ഇത്ര ലോഡ് കയറ്റാൻ പറ്റില്ല. ഇതിലാകുമ്പോൾ ടൺ കണക്കിന് ലോഡ് കയറ്റാം. അപ്പോൾ അതാ സാർ ഇതാ ഇവിടെ വ്ളോഗിലോ ഫോണിലോ എന്തോ ആണ്. എൻ്റെ നാട്ടുകാരുടെ മഞ്ജുവാണ്, MS ജീലാനി. അല്ലേ ആ ഓടാനാ കണ്ടല്ലോ. അപ്പൊ ഞാൻ ബോട്ട് എത്തിയില്ല ഇതുവരെ. ഓടിന് വേണ്ടി അപ്പൊ ഇതാ ഇവിടെ ബോട്ട് എല്ലാം നമ്മളെ ബോട്ട് എത്തിയില്ല. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾക്ക് പോകേണ്ട ബോട്ട് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് എല്ലാ സാധനവും കയറ്റി നമ്മളെയും കയറ്റിയിട്ട് ജനവാസം ഇല്ലാത്ത, ആൾതാമസം ഇല്ലാത്ത നാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു സാധനം കിട്ടില്ല.
പിന്നെ അവിടെയുള്ള തെങ്ങാണ്, തെങ്ങും ഉണ്ടാവും. പിന്നെ നമുക്ക് തേങ്ങ ഒക്കെ കിട്ടും, തേങ്ങ ഇടാം. പിന്നെ ഇളനീര് കുടിക്കാം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളതെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മുതൽ വൈകുന്നേരം ചായ കുടിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കയറാനും. അതുവരെ ഉള്ളതെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ അടുപ്പ് കൂട്ടി നമുക്ക് ഫുഡുണ്ടാക്കി, മീൻ കടലിൽ നിന്ന് ഫ്രഷോടെ പിടിച്ചിട്ട് മീൻ മുളക് കറി ഉണ്ടാക്കി, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റം. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കുറച്ച് ലോങ് ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ആസ്വദിക്കാൻ പറ്റാൻ ലക്ഷദ്വീപിലത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ പുതിയ കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ബെൽ ബട്ടണും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തി കാണാൻ ശ്രമിക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് ബോട്ട് ഇവിടെ സ്റ്റാർട്ടായി. പിന്നെ ഇനിയിപ്പോൾ ബോട്ട് അടുത്ത ഐലൻഡ് വെച്ച് പിടിക്കുകയാണ്. എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്. ഭയങ്കര എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചുണ്ടാകുന്ന ഒരു യാത്ര ഒക്കെ ഇല്ലാത്തൊരു വൈബല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ അടിച്ചു പൊളിച്ച് ചിരിച്ച് കളിച്ചിട്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെറിയ ബോട്ടാണ്ട, ഈ ചെറിയ ബോട്ടിൽ ഈ ബോട്ടിൽ വലിയ ബോട്ടിലേക്ക് കെട്ടിയിട്ട് ഈ ചെറിയ ബോട്ട് വരും. കാരണം അവിടെ മറ്റേ ഐലൻഡ് ചെറിയ ദ്വീപ് എത്തുമ്പോൾ ഈ ബോട്ടിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് കരയിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബോട്ടിൽ കെട്ടിയിട്ട് അതിൽ ഒരാൾ നിന്നിട്ട് അതാണ്ട അവൻ അതിലിരുന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ രസമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു പേടിയുണ്ടായിരുന്നു. കാരണം പെട്ടെന്നൊന്ന് എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും ആവില്ല കേട്ടോ. കെട്ടിയ പോലെ അതേ സ്പീഡിൽ അങ്ങ് വരുന്നുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈവിങ്ങൊക്കെ നമ്മളുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഒന്ന് ബോട്ടൊക്കെ ഓട്ടിക്കാം എന്നിട്ട് ഡയറക്ഷനൊക്കെ മാറ്റി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നേരെ പോയാൽ മതി, എങ്ങും തിരിക്കാനോ പറിക്കാനോ ഒന്നുമില്ല. നേരെ അവർ കാണിച്ചു തന്ന ആ ഒരു ഡയറക്ഷനിലൂടെ തന്നെ അങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. എന്നാലും ആ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ഏതൊരു സമയത്ത് നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. അപ്പോൾ ഇതാ ഡോക്ടറിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡോക്ടർ ക്യാമറയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം ഉണ്ട്. KBCC ആണ് ഇത് നമുക്ക് അറേഞ്ച് ചെയ്തത്. അപ്പോൾ KBCCയിലെ പിള്ളേർ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് നമ്മളോട് കട്ട സപ്പോർട്ടിന് തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. തിരിച്ച് വരുന്നവരെ ഒരുപാട് താങ്ക് യു സോ മച്ച് KBCC പിള്ളേർ. അപ്പോൾ ഇതാ ഇങ്ങനെ കടൽ കീറി മുറിച്ച് അതിൻ്റെ ഡ്രൈവിങ് അങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അവിടെ ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഞങ്ങളുടെ ആ കടലിൻ്റെ ആ ഒരു ക്ലിയർ വാട്ടർ, ആ ഒരു കളർ നോക്ക് പ്യുവർ ബ്ലൂ ആണ് കേട്ടോ. ശരിക്കും പ്യുവറായിട്ട് നേരെ നമുക്ക് താഴത്ത് മണ്ണ് ശരിക്കും കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ഇതാകണ്ട ആമകൾ ഇങ്ങനെ നീന്തിക്കൊണ്ട് പോകുന്നത്. അത്രയും ക്ലിയർ വാട്ടറാണ് കേട്ടോ. നമ്മളിപ്പോൾ മറ്റേ ഐലൻഡിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ്ട ശരിക്കും കാണാൻ പറ്റും. മീനായാലും അവിടെ താഴത്തെ മണ്ണാണ് കേട്ടോ കാണുന്നത്. അത്രയും ക്ലിയറാണ് നമ്മുടെ കടൽ. അപ്പോൾ ഇതാ മറ്റേ നമ്മൾ പോയ ചെറിയ ഐലൻഡ് നമുക്ക് എത്തി. ഇനിയിപ്പോൾ ആ ചെറിയ ബോട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് കരയിലോട്ട് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ അതും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ബാച്ച് അങ്ങനെ ഇറങ്ങിയിട്ട് കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത ബാച്ച് ഇറങ്ങിയിട്ട് പിന്നെ സാധനമൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ 8 മണി ആയിട്ടാണ്. നമ്മൾ നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു 8-8:30 ആയി. അപ്പോൾ ഇനി നേരെ പോയിട്ട് ചായയൊക്കെ വെള്ളം വെച്ച് ചായ തിളപ്പിക്കണം. അത് അടുപ്പ് കൂട്ടിയിട്ടാണ്, ഗ്യാസൊന്നും ഇല്ല, അടുപ്പ് കൂട്ടിയിട്ട് വേണം തിളപ്പിക്കാൻ. പിന്നെ ആ സമയം കൊണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അവലും പഴവും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ പണിയാക്കണം, പിന്നെ കടൽ കുളിക്കണം, മീൻ പിടിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. എല്ലാം കണ്ടിട്ട് വാ.
ഇതാണ് ചെറിയം ദ്വീപ്. ഇവിടെ ആരും താമസിക്കുന്നില്ല. ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്നാൽ, ഗസ്റ്റുകളെല്ലാം വന്നാൽ ഒരു ദിവസം വന്ന് ഒരു സ്റ്റേക്കേഷൻ പോലെ വന്ന് നിന്നിട്ട് പോകുന്നതാണ്. വണ്ടി ട്രിപ്പൊക്കെ ആയിട്ട്. പിന്നെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നവർക്ക് ജനറേറ്റർ, ഇവിടെ കറണ്ടില്ല, ജനറേറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് വേണം സ്റ്റേ ചെയ്യാനും. തെങ്ങ് ഇഷ്ടം പോലെയാണ് ഇവിടെ. ഇപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വരുന്നവരെല്ലാം എല്ലാ സെറ്റപ്പോടും കൂടിയാണ് വരുന്നത്. എന്നിട്ട് ഫുഡ് ഇവിടെ ഉണ്ടാക്കി കഴിച്ചിട്ട് കടലൊക്കെ കുളിച്ചിട്ടാണ് നമ്മൾ പോകാറ്. ഇന്ന് വൈകുന്നേരമാണ് തിരിക്കാൻ. അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബീച്ച് എങ്ങനെ നോക്കാം, അടിപൊളിയല്ലേ. കുഴിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ചായ ഉണ്ടാക്കിയിട്ട്. തണ്ണി വെച്ചിട്ടുണ്ടോ? തണ്ണി വീത്തിക്കമ്മ. അവിടെ ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് വരുന്നുണ്ട് പിള്ളേർ. ഇതിവിടെ ചെറിയ ചെറിയ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞത് കാണുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് താമസിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നാട്ടുവയലിലൂടെ നമുക്ക് പോറിപ്പറന്ന് നടക്കുക. തെങ്ങിൻ്റെ ഒരു മസാല. നജീറ ഇവിടെ വെള്ളം കേട്ടിട്ടുണ്ട്. വെള്ളം വേണം, എനിക്ക് വെള്ളം വേണം. തേങ്ങ ഇതാ പൊട്ടിച്ചു. നാച്ചുറൽ വാട്ടർ. എന്താ മധുരം. മൂർച്ചയില്ല. അപ്പൊ ഇവിടെ ഇതാ വല വീശാനുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാ വല ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വല ഇടുന്നതാണ്. ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കും അല്ലേ? പരത്തി ഇട്ട് കൊടുത്താൽ അതിൽ മീൻ വന്നിട്ട് ഇങ്ങനെ പെടും, വളഞ്ഞ്. പിന്നെ അപ്പൊ എത്ര സമയം കൊണ്ട് എടുക്കും നമ്മള്? ഒരു 10 മിനിറ്റിനുള്ളിൽ മീൻ കുടുങ്ങോ? ചോറുണ്ടാക്കാനെങ്കിൽ കിട്ടണ്ടേ, കറി ഉണ്ടാക്കാനെങ്കിൽ. അപ്പൊ അത് എന്റെ പൊന്നെ, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഇങ്ങനെ ടൈമായി. കാഞ്ഞ തളക്കും അടി പറഞ്ഞ
ഞങ്ങള് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചെറിയ മൈലൻഡില്. അപ്പോൾ ഇതാ പോകാൻ വേണ്ടി പോവാണ്. 5 മണിയായി. ഇപ്പോൾ അവിടെ അവരൊക്കെ റെഡിയായിക്കൊണ്ട് ബോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് അവർ വെയിറ്റിംഗാണ്. ഓക്കെയാണ്. ഇങ്ങനെ ഞങ്ങളുടെ ചെറിയ ദ്വീപിലെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ പിക്നിക്ക്. പക്ഷെ എന്റെ കണ്ണിലൊരു പ്രാണി കുത്തിയത് വെച്ച് ബാക്കിയെല്ലാം കണ്ടോ മക്കളെ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ പ്രാണിക്ക് പോലും വേണ്ട, ഞാൻ പിന്നെ കൊണ്ടടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അപ്പൊ നാളെ ഞങ്ങൾക്ക് വെസലുണ്ട്. ഞാൻ കൊച്ചിക്ക്, ഇവര് കവരത്തിയിലേക്കാണ്. അപ്പൊ ഞങ്ങൾ നാളെ രണ്ട് ബൈക്കാണ് പിരിയാണ് ഗേസ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോ ബൈ.